ശ്രീ ശ്രീ ഷൈജു ആന്റണി, ഈ പൊളിറ്റിക്കൽ നറേറ്റീവ്, അതായത് ബി.ജെ.പിയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കണം അല്ലെങ്കിൽ വർഗീയതയിൽ നിന്ന് കേരളത്തെ രക്ഷിക്കലാണ് ഒരു സെൻട്രൽ നറേറ്റീവ്. മറ്റേ ഒരു സെൻട്രൽ നറേറ്റീവ് എന്ന് പറയുന്നത് കലാപത്തിന് ഇരയായ ഒരാളുടെ പ്രതികാരം. അതിൽ കലാപത്തിന് ഇരയായ ആൾ മുസ്ലിമും പ്രതികാരത്തിന് വിധേയനായ ആൾ ഹിന്ദുവുമാണ്. അപ്പൊ ഇങ്ങനെ ഒരു സിനിമ നമ്മുടെ നാട്ടിൽ പറ്റില്ല എന്നാണ് പല രൂപത്തിൽ ഇങ്ങനെ പറയാതെ പറയുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചു. ഇപ്പോൾ ശങ്കുട്ടി ദാസിൻ്റെ ഒരു പ്രസൻറ്റേഷൻ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഓർഗനൈസർ നടത്തിയത് ഈ സിനിമയെക്കുറിച്ചുള്ള ഒരു റിവ്യൂ എഴുതി അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചതുപോലെയാണ്. ഇവിടെ ആരും റിവ്യൂ എഴുതുന്നതിനെ കുറിച്ചല്ലല്ലോ നമ്മൾ പറയണത്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഇപ്പോൾ അഭിലാഷ് പറഞ്ഞതുപോലെ ഇതിന് ഓരോരുത്തർക്കും ഓരോ പേഴ്സ്പെക്റ്റീവിൽ കാണാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? മയക്കുമരുന്നിനെതിരായി നിൽക്കുന്ന ഒരു വലിയ സംഘത്തലവൻ, മയക്കുമരുന്ന് മാഫിയകളെ ഇല്ലാതാക്കുന്ന ഒരു സിനിമയായി ഇത് സിനിമയെ കണ്ടുകൂടെ? അങ്ങനെ കാണുന്നവർ എത്ര പേരുണ്ടാകും? അപ്പോൾ ഒരു സിനിമ എടുക്കുമ്പോൾ ആ സിനിമയെ വിവിധ തലങ്ങളിൽ വിവിധ തരത്തിൽ കാണും. ആ സിനിമയിലെ ഒരാളുടെ പേര് വെച്ച് അത് ഇന്നയാളായിരിക്കുമെന്ന് ഊഹിച്ച് അതിനെക്കുറിച്ച് പറഞ്ഞാലുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരൊറ്റ കാര്യം പറയാം. തൊടുപുഴയിലുള്ള ഒരു ജോസഫ് സാറ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പേരിട്ടപ്പോൾ അതിനകത്ത് ഒരു പേര് മുഹമ്മദാണ്, മറ്റൊരു പേര് ഭ്രാന്തൻ എന്നാണ്. ഈ മുഹമ്മദ് എന്ന് പറയുന്നത് ഞങ്ങളുടെ ദൈവമാണെന്ന് തെറ്റിദ്ധരിച്ച തീവ്ര മുസ്ലിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൈവെട്ടി. യഥാർത്ഥത്തിൽ ജോസഫ് സാർ അങ്ങനെ ഉദ്ദേശിച്ചിരുന്നില്ലല്ലോ. പക്ഷേ മുഹമ്മദ് എന്ന് കണ്ടപ്പോൾ നമ്മളതങ്ങനെ അങ്ങോട്ട് വിചാരിച്ചു. അങ്ങനെ അതൊരു കഥയിലുണ്ടായിരുന്ന ഒരു പോർഷൻ എടുത്ത് എഴുതിയതാണ്. അങ്ങനെ ഒരു ഫിക്ഷനിൽ ഒരാൾക്ക് പേരിടുന്നു. ആ പേരിടുമ്പോൾ ആ പേര് ഇന്ന പേരായിരിക്കും. ആ ഫിക്ഷനിൽ ഒരു സംഭവം പറയുന്നു, ഒരു ഡാം ബോംബ് വെച്ച് തകർക്കുമെന്ന് പറയുന്നു. അത് മുല്ലപ്പെരിയാർ ഡാം ബോംബ് വെച്ച് തകർക്കുമെന്ന് ഒരു ഹിന്ദുത്വവാദി പറഞ്ഞു എന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നു. അതിനേക്കാൾ ശക്തമായി എന്തോരം കാര്യങ്ങൾ ഇവിടെ നടന്നിരിക്കുന്നു ഈ സിനിമയിൽ. ഈ സിനിമാ ലോകത്ത് ഈ കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതിനേക്കാൾ ഇതുവരെ പറഞ്ഞതിനേക്കാൾ ശക്തമായ അനവധി കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. അതിനെല്ലാം പലരും വിമർശിച്ചിട്ടുണ്ട്. അതിനെല്ലാവരും എതിരായിട്ട് പലരും റിവ്യൂ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ റിവ്യൂ എഴുതലല്ല, ഇവിടെ എഴുതുന്നത് ഇതൊരു പൊട്ട സിനിമ എന്ന് പറഞ്ഞ് നിരന്തരമായി യൂട്യൂബർമാർ ഹിന്ദുത്വ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു പൊട്ട സിനിമയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊരു പൊട്ട സിനിമയല്ല. മോഹൻലാലിന് ഡയലോഗില്ല. മോഹൻലാല് ഈ വേറെ സിനിമകളിൽ കാണുന്നത് പോലെ ആറാം തമ്പുരാനിലെ പോലെ ഡയലോഗില്ല. അടി സക്കെ എന്ന് പറഞ്ഞ് മോഹൻലാൽ വരണമായിരുന്നു. ഇത് അങ്ങനത്തെ സിനിമയല്ല. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച് സിനിമയെ തന്നെ കൊല്ലാനുള്ള ഒരു പരിശ്രമം നടത്തുന്നത്? തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമ്മൾ ഈ സംസാരിക്കുന്ന വേളയിൽ കാര്യമല്ലോ പറയുന്നത്. ഒരൊറ്റ കാര്യം കൂടി അഭിലാഷ് ഒരൊറ്റ കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്തോട്ടെ. നോക്കൂ, മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ചു. ആ ഖേദ പ്രകടനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ എൻ്റെ സഹപ്രവർത്തകർക്ക് വേദന തോന്നിയതിനാൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറഞ്ഞ് ഖേദം പ്രകടിപ്പിച്ചു. ഖേദം പ്രകടിപ്പിക്കുന്നതിൻ്റെ തലേ ദിവസം മേജർ രവി പരസ്യമായി പ്രഖ്യാപിച്ചു മോഹൻലാൽ മാപ്പ് പറയും. എന്തിനാണ് അങ്ങനെ പരസ്യമായി പ്രഖ്യാപിച്ചത്? അപ്പൊ മോഹൻലാലിനെ കൊണ്ടുവന്ന് ഒരു ഇട്ടാവട്ടത്തിൽ കൊണ്ടുവന്ന് കുടുക്കി ഇത് മാത്രമേ ഒരു പരിഹാരമുള്ളൂ എന്ന് മോഹൻലാലിനോട് കൽപ്പിക്കുകയായിരുന്നില്ലേ പരസ്യമായി? അതിന്റെ തലേ ദിവസമല്ലേ മേജർ രവി പ്രഖ്യാപിച്ചത്? ശരി, എന്തായാലും എംപുരാൻ 200 കോടി ക്ലബിലേക്ക് കടന്നിരിക്കുകയാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിനിമ 5 ദിവസം കൊണ്ട് 200 കോടി രൂപ കളക്ട് ചെയ്യുന്നത്. എന്തായാലും 200 കോടി രൂപ കളക്ട് ചെയ്തു എന്ന ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്.